ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. നമുക്കേ ഒരു 3 ഏത്തയ്ക്ക, പഴുത്ത ഏത്തയ്ക്കയാണ് 3 ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വയ്ക്കാം. ഒരു ആവശ്യത്തിന് പഞ്ചസാര, ഞാനെടുത്തത് 1/4 കപ്പാണ്. നിങ്ങളുടെ ആ മധുരത്തിന് അനുസരിച്ച് പഞ്ചസാര എടുക്കാമേ. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ബേക്കിംഗ് സോഡയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 1/8 ടീസ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് കറുത്ത എള്ള്. അതൊരു ഇടയ്ക്കിടയ്ക്ക് കാണാനും ഒരു ഭംഗിയാണ്, ഒരു രസവും അത് കഴിക്കാനേ. അതുകൊണ്ട് ഞാൻ എള്ള് എപ്പോഴും ആഡ് ചെയ്യാറുണ്ട്. ഇനിയുമാണ് മെയിൻ താരം മൈദ. ഇത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കാരണം എന്നാ വെച്ചാൽ നമുക്കൊരു ബോണ്ടയുടെ പരുവത്തിലേക്കല്ല, ഒരു സ്പൂൺ ഉപയോഗിച്ച് കോരിയിടുന്ന പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ മൈദയും ഇട്ടതിന് ശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് കൈ ഉപയോഗിച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ പരുവം കാണിച്ചു തരാവേ. പിന്നെയുണ്ടല്ലോ, ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ മോളമ്മ മാത്യൂസ് എന്നാണ് എൻ്റെ പേജിൻ്റെ പേര്. എന്നെ ഒന്ന് ഫോളോയും ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ എൻ്റെ ഈ പേജുകൾ റെക്കമെൻഡ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് നല്ല സോഫ്റ്റായിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാവുന്നതാണ്. ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഒരു സ്പൂൺ ഉപയോഗിച്ച് കോരിയിടുന്ന പരുവമാണ്. ഇനി നമുക്കൊരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഇത് വറുത്ത് കോരാൻ നല്ലതേ. കാരണം ആ വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ ആ ഒരു സ്നാക്കിന് ഇച്ചിരി കൂടെ ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ സ്പൂൺ ഉപയോഗിച്ച് ആവശ്യത്തിന് നമ്മുടെ വലിപ്പം ഏത് വലിപ്പത്തിൽ നമുക്ക് കിട്ടണോ ആ വലിപ്പത്തിലേക്ക് കോരി ഒഴിച്ച് അത് ഫ്രൈ ആകാനായി വിടാം. ഞാനൊരു മീഡിയം തീയിലിട്ടാണ് ഇതെല്ലാം വറുത്ത് കോരുന്നത്. അത് കോരാറാവുമ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റും. ഇത് ഇട്ട് വെന്ത് വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലാണ് ഇടുന്നത്. ആ ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് തീ കൂട്ടുന്നത്. കണ്ടില്ലേ, ഞാനിതുണ്ടാക്കിയപ്പം പാതകത്തെ വന്ന് കയറിയതെല്ലാവരും. ചൂടോടെ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ആക്രമിക്കാതെ നിൽക്കുക. എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് 4 മണിക്ക് ഉണ്ടാക്കാറുള്ളതാണേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ഈസിയുമാണ് ടേസ്റ്റിയുമാണ് കഴിക്കാനേ. ഒരു എപ്പോഴും ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു വ്യത്യാസം. ആ 3 ഏത്തയ്ക്ക ഉപയോഗിച്ചപ്പോൾ എനിക്കിത് ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ സോഫ്റ്റായിട്ടുള്ള ഈ സ്നാക്ക് 4 മണിക്ക് ഒരു കാപ്പിയുടെ കൂടെ കഴിക്കാൻ ഉഗ്രൻ സാധനമാണ് കേട്ടോ. ഞാനപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാനുമല്ല, എൻ്റെ കൂടെ കുക്കിച്ചനും ഉണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഫ്രെയിമിന് മുമ്പിൽ വരാൻ ചമ്മല. അതുകൊണ്ട് ഞാനും കുക്കിച്ചനും ടേസ്റ്റ് ചെയ്തിട്ട് പറയാമേ. അടിപൊളി. താങ്ക് യു.